അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചത് ഇന്നലെ കുന്നമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ പി കെ ഫിറോസിൻ്റെ അനുജൻ ശ്രീ പി കെ ജുബൈറിനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ അറസ്റ്റ് നടന്നിരിക്കുന്ന കേസ് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പി കെ ജുബൈറിൻ്റെ ഒരു സുഹൃത്തിനെ നർക്കോട്ടിക് കേസിൽ അറസ്റ്റ് ചെയ്യും. ആ നർക്കോട്ടിക് കേസിൽ അറസ്റ്റ് ചെയ്ത ആൾ ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പി കെ ജുബൈറിലേക്ക് എത്തുകയും പി കെ ജുബൈറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പോയപ്പോൾ ആ പോലീസുകാരെ ആക്രമിച്ചു. ആ ആക്രമിച്ചതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്നും നർക്കോട്ടിക്സ് ഡ്രഗ്സ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്, സാധന സാമഗ്രികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു കേസ് കേരളത്തിൽ നടന്നപ്പോൾ മുൻകാലങ്ങളിൽ യൂത്ത് ലീഗ് അധ്യക്ഷൻ വളരെ കൃത്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളതാണ്. മുൻകാല പ്രാബല്യം അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ രാജിവെച്ച് മാതൃക കാണിക്കണമെന്നാണ് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ പി കെ ഫിറോസ് അദ്ദേഹത്തിൻ്റെ അനുജനെ ഈ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് മാതൃക കാണിക്കുമോ? ഈ പി കെ ഫിറോസിൻ്റെ അനുജനുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? പി കെ ജുബൈറിൻ്റെ അനുജന് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ്, പി കെ ജുബൈറിന് കിട്ടുന്ന സാമ്പത്തികം, ആ സാമ്പത്തികം ആരിൽ നിന്നാണ്? പി കെ ജുബൈറും പി കെ ഫിറോസുമായി സാമ്പത്തിക ഇടപാടുണ്ടോ? ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ വെച്ചിട്ടാണോ പി കെ ജുബൈർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നത്? ഇതെല്ലാം കേരള സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമായി വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. അപ്പോൾ പി കെ ഫിറോസ് മുൻകാലങ്ങളിൽ പറഞ്ഞ പോലെ ഇപ്പോൾ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള നല്ല ദീനീബോധമുള്ള, നല്ല ഈമാനുള്ള മുസ്ലിം യുവാക്കളും മുസ്ലിങ്ങളും പ്രവർത്തിക്കുന്ന, മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും എല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുടെ അനുജൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ എന്താണ് പി കെ ഫിറോസിൻ്റെ അഭിപ്രായം? പി കെ ഫിറോസിൻ്റെ മുൻകാല സമരങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന, കേരള സമൂഹത്തിൽ നടക്കുന്ന നല്ല മാറ്റങ്ങളൊന്നും ദർശിക്കാറില്ല. ഇവിടെ IT മേഖല വികസിക്കുന്നു, റോഡുകൾ വികസിക്കുന്നു, അത്തരത്തിലേക്കുള്ള കാര്യങ്ങളും അദ്ദേഹം കാണില്ല. അദ്ദേഹം യുവാക്കളുടെ ഇടയിൽ വളർന്നു വരുന്ന ലഹരി ഉപയോഗത്തിൻ്റെ അമിതമായ ഉപയോഗത്തിനെതിരായിട്ടുള്ള നൈറ്റ് മാർച്ചുകൾ നടത്തുന്ന തിരക്കിലൊക്കെയാണ്. അതെല്ലാ സംഘടനകളും നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ പല സിനിമകളും കണ്ടിട്ടുള്ളത് പോലെ രാവിലെ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുക, രാത്രിയാകുമ്പോൾ നൈറ്റ് മാർച്ച് നടത്തുക, രാത്രിയാകുമ്പോൾ നൈറ്റ് മാർച്ചിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തുക, രാവിലെ ഇതിനെതിരായിട്ടെല്ലാം പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ് പി കെ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പി കെ ഫിറോസിൻ്റെ അനുജൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. പി കെ ഫിറോസിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു മാതൃകയായി പി കെ ഫിറോസ് മുന്നിലോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാതെ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ വാചകം തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിലുള്ള കേസുകളിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഇത്തരത്തിലുള്ള കേസുകൾ അകപ്പെടുകയാണെങ്കിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നേതൃസ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം എന്നുള്ളതാണ് പി കെ ഫിറോസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇതൊന്നും ഞാൻ എൻ്റെ വാചകം കടമെടുത്തല്ല പറയുന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട പി കെ ഫിറോസ് മുൻകാലങ്ങളിൽ വന്ന കേസുകളൊക്കെ സംബന്ധിച്ചിട്ട് കേരള സമൂഹത്തിൽ തന്നെ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം. ഇദ്ദേഹത്തിന് എവിടെ നിന്ന് ഈ പറയുന്ന അനുജന് കിട്ടി ഇത്രയും നാൾ കൊണ്ട് പെട്ടെന്ന് പൈസ വന്നിരിക്കുന്നു, പെട്ടെന്ന് പൈസ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പി കെ ഫിറോസും പി കെ ജുബൈറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാം. ആ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ടാണോ പി കെ ജുബൈർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നത്? ആ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ടാണോ പി കെ ജുബൈർ ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അറിയാൻ കേരള സമൂഹത്തിന് സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അനുജൻ ഇത്തരത്തിലുള്ളൊരു കേസിൽ പെടുമ്പോൾ അതൊരു നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ.